നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പി.ജെ. ജോസഫ് വ്യക്തമാക്കുകയാണ്. നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. തൊടുപുഴയിൽ മകൻ അപ്പു ജോൺ ജോസഫ് സ്ഥാനാർത്ഥിയാകും. എതിർപ്പുയർത്തിയ കേരള കോൺഗ്രസ് നേതാക്കളെ അനുനയിപ്പിച്ചിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. മുഹമ്മദ് ആഷിഖ് ചേരുകയാണ്. ആഷിഖ്, ഒരുപാട് നാളായി അദ്ദേഹമാണോ പി.ജെ. ജോസഫാണോ മകനായിരിക്കുമോ മത്സരിക്കുക എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതുൾപ്പെടെ അപ്പു ജോസഫിന്റെ പേരുൾപ്പെടെ എത്ര സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നത്? തീർച്ചയായും അനിശ്ചിതങ്ങൾക്ക് വിരാമമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തൊടുപുഴ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് പ്രാഥമികമായ തീരുമാനം കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. പി.ജെ. ജോസഫ് മത്സരിക്കുകയില്ല. 56 വർഷം നീണ്ട പാർലമെന്ററി രാഷ്ട്രീയം പി.ജെ. ജോസഫ് എന്ന അധികായൻ അവസാനിപ്പിക്കുകയാണ് എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത്. കോൺഗ്രസ് നേതൃത്വത്തെ തന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാവുകയില്ല എന്നുള്ള വിഷയം പി.ജെ. ജോസഫ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പു ജോസഫ് ആയിരിക്കും തൊടുപുഴയിൽ പകരം മത്സരിക്കുക. യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി അപ്പു ജോസഫ് മത്സരിക്കും എന്നുള്ള തരത്തിലുള്ള പോസ്റ്ററുകൾ അടക്കം സോഷ്യൽ മീഡിയയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അതേസമയം കേരള കോൺഗ്രസിന്റെ മറ്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ളത് ഇപ്പോഴും അവസാന തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എത്ര സീറ്റുകളിൽ കേരള കോൺഗ്രസ് മത്സരിക്കുമെന്നുള്ള വിഷയത്തിലും അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് വിട്ടുകൊടുക്കുമായിരിക്കും അല്ലേ ആഷിഖ്? അക്കാര്യത്തിൽ തീരുമാനമായി തന്നെയാണ് 2 സീറ്റുകൾ കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളിൽ 2 സീറ്റുകൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നിലവിൽ കേരള കോൺഗ്രസും തമ്മിൽ പ്രാഥമികമായ ധാരണയിൽ എത്തിയിട്ടുള്ളത്. 8 സീറ്റുകളിലായിരിക്കും കേരള കോൺഗ്രസ് മത്സരിക്കുക. 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകേണ്ട സാഹചര്യം ഉണ്ടാകും. ഇടുക്കി സീറ്റ് വിട്ടു നൽകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. ഇടുക്കിയിൽ ഒന്നുകിൽ ഇടുക്കി ജില്ലയിലെ യു.ഡി.എഫ് ചെയർമാനായിട്ടുള്ള ജോയ് വെട്ടിക്കുടിയായിരിക്കും മത്സരിക്കുക. അല്ലെങ്കിൽ ജില്ലയിലെ ഒരു യുവ നേതാവായ ബിജോ മാണി ആയിരിക്കും യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരിക എന്നുള്ള കാര്യങ്ങളും ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. കോൺഗ്രസ് ആണ് ഇനി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള ഇടുക്കിയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഈ ഇടുക്കി ഏറ്റുമാനൂർ സീറ്റുകൾ വിട്ടു നൽകുന്നതിന് പകരമായി പൂഞ്ഞാർ മണ്ഡലം നൽകണം എന്നുള്ള ആവശ്യവും കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ അന്തിമമായി ഏറ്റവും അവസാനമായി പറയേണ്ടത് തൊടുപുഴയിലെ അനിശ്ചിതത്വം നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. തൊടുപുഴയിൽ മകൻ തന്നെ മത്സരിക്കും. ദീർഘകാലമായി 1970 തുടങ്ങിയതാണ് പി.ജെ. ജോസഫിന്റെ തൊടുപുഴയുമായുള്ള ബന്ധം. തൊടുപുഴയിൽ പലവട്ടം യു.ഡി.എഫിന്റെയും എൽ.ഡി.എഫിന്റെയും ഭാഗമായി കൊണ്ട് മത്സരിച്ച് ജയിക്കുന്ന സാഹചര്യമുണ്ട്. 2 തവണ പരാജയപ്പെടുന്ന സാഹചര്യം അടക്കം പി.ജെ. ജോസഫിനെ തൊടുപുഴയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പി.ജെ. ജോസഫ് തൊടുപുഴയുടെ പ്രിയപ്പെട്ട നേതാവാണ്. പി.ജെ. ജോസഫിന്റെ ഒരു ലെഗസി തന്നെയായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ അപ്പു ജോസഫ് ഉയർത്തിക്കൊണ്ടുവരിക. 56 വർഷം നീണ്ട ദീർഘമായ പൊളിറ്റിക്കൽ കരിയറിന് പി.ജെ. ജോസഫ് അന്ത്യമിടുന്നു. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.